ഉറക്കത്തിലും ഏട്ടന്റെ മനസ്സിൽ ചേച്ചി മാത്രമേ ഉള്ളല്ലോ. അവൻ പറയുന്നത് കേട്ടതും മീനാക്ഷി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ആരോഹി അവളുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചി ഇവിടെ കിടക്കുന്നോ എൻ്റെ കൂടെ വരുന്നോ? അവൾ തമാശയോട് ആരോഹിയോട് ചോദിച്ചതും അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. വാ, നമുക്ക് താഴേക്ക് പോകാം. അതും പറഞ്ഞ് മീനാക്ഷി അവളെയും കൂട്ടി താഴേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ഉറങ്ങിയോ മോളെ? മീനാക്ഷി താഴേക്ക് ഇറങ്ങിച്ചെന്നതും അവൻ്റെ അമ്മ ആവലാതിയോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നല്ലതുപോലെ ഉറങ്ങിയിട്ടില്ല, പാതി ഉറക്കത്തിലാ. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. മീനാക്ഷി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അത് കേട്ട് അവർ സംശയത്തോടെ അവളെ നോക്കി. ഉറക്കത്തിലും ഏട്ടന് ചേച്ചിയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ചേച്ചി അത്രയ്ക്കും ഏട്ടൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയെന്നാ എനിക്ക് തോന്നുന്നത്. അവൾ ആരോഹിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവർ അതെന്താ എന്നുള്ള സംശയത്തിൽ അവളുടെ മുഖത്തേക്കും നോക്കി. ഉറക്കത്തിലും ചേച്ചി ആർക്കും വിട്ടുകൊടുക്കില്ല, ചേച്ചി ഏട്ടൻ്റെ പെണ്ണാണ് എന്നൊക്കെയാ ഏട്ടൻ പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കേട്ടു, അല്ലേ ചേച്ചി? മീനാക്ഷി അവരെ നോക്കി പറഞ്ഞതിന് ശേഷം ആരോഹിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ ഒന്നും മിണ്ടിയില്ല. മോളെങ്കിൽ പോയി കിടക്ക്, ഞാൻ ഈ വാതിലൊക്കെ നടച്ചിട്ട് വരാം, മഹിയുടെ അമ്മ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനവൾ തലയാട്ടി. അവൾ അവരുടെ മുറിയിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയതും മീനാക്ഷി അവളുടെ റൂമിലേക്കും പോകാൻ തുടങ്ങി. ചേച്ചി, എൻ്റെ ഒപ്പം എൻ്റെ മുറി വരുന്നുണ്ടോ? മീനാക്ഷി സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. വേണ്ട, ഇന്ന് മോൾ എൻ്റെ കൂടെ കിടക്കട്ടെ, നീ പോയി കിടന്നോ, നാളെ അവിടെ കിടക്കാം. അവർ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് കയറി. ആരോഹി അവരുടെ മുറിയിലേക്ക് നടന്നു. അവർ വാതിലൊക്കെ അടച്ചിട്ട് കിടക്കാൻ അവരുടെ മുറിയിലേക്ക് ചെന്നതും എന്തോ ആലോചനയോടുകൂടെ കിടക്കുന്ന ആരോഹിയാണ് കണ്ടത്. മോൾ എന്താ ഉറങ്ങാതെ കിടക്കുന്നത്? അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഞാനതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. എൻ്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് മോളോട് കുറേ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മീനാക്ഷിയോടൊപ്പം മോളെ വിടാഞ്ഞത്. അവർ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞതും അവളും കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അതെനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് എന്നോട് എന്തൊക്കെയോ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെന്ന്. അവളും അവരെ നോക്കി മറുപടി പറഞ്ഞു. എനിക്ക് മോളെപ്പറ്റി ഒന്നും അറിയില്ല, എല്ലാം ഒന്ന് മനസ്സിലാക്കണമെന്ന് കരുതി. നമ്മൾ മാത്രമുള്ളപ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞതും അവളത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി. അവൾക്കും അവരോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എനിക്കൊരു ചേച്ചിയും മാത്രമേ ഉള്ളൂ അമ്മേ, അവൾ പറഞ്ഞു. ചേച്ചി എന്ത് ചെയ്യുക? അവർ സംശയത്തോട് ചോദിച്ചു. ചേച്ചി ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ചേച്ചിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. അസുഖമെന്ന് പറയാൻ പറ്റില്ല, ഒരു മെഡിക്കൽ കണ്ടീഷൻ. അവൾ പറഞ്ഞതും അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമതിയായിരുന്നു, എന്നേക്കാൾ നല്ലതുപോലെ ചേച്ചി പഠിക്കും. പിന്നെയും എൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു അമ്മയ്ക്ക് പേടിയുള്ളത്. 10ാം ക്ലാസ് വരെ ചേച്ചി നല്ലതുപോലെ പഠിക്കുമായിരുന്നു, ഫുൾ A+ ആയിരുന്നു ചേച്ചിക്ക്. +2 ഒക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന ടൈമിലാണ് ചേച്ചിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഞങ്ങൾക്ക് തോന്നിയത്. തനിയെ സംസാരിക്കുക, ചിരിക്കുക, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ ഞങ്ങൾ കോളേജിൽ പോയി അന്വേഷിച്ചു. ആദ്യമൊന്നും ചേച്ചി ജോയിൻ ചെയ്ത സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പക്ഷെ പിന്നീട് എപ്പോഴോ ചേച്ചിയുടെ സ്വഭാവം മാറിയെന്നാണ് അവരും പറയുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റും നമ്മുടെ സപ്പോർട്ടും ഒക്കെ കൊടുത്താൽ കുറേയൊക്കെ മാറുമെന്ന് ഡോക്ടറും പറഞ്ഞു. അങ്ങനെ ചേച്ചിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ചേച്ചിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ആദ്യം ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ ചേച്ചിക്ക് വിവാഹമൊന്നും നടക്കുന്നില്ലായിരുന്നു. എല്ലാവരും പെണ്ണ് കാണാൻ വരും. ഇങ്ങനൊരു പ്രശ്നം പണ്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെയെങ്കിലും അറിയും. പിന്നെ വട്ടാണെന്ന് പറഞ്ഞ് ആരും ആ ആലോചന മുൻപോട്ട് കൊണ്ടുപോകാൻ വരില്ല. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ചേച്ചി ഞാൻ ഒറ്റയ്ക്ക് എങ്ങും വിടില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചേച്ചി ഞാനറിയാതെ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെയാണ് എല്ലാം സംഭവിച്ചത്. അവൾ പറഞ്ഞുകൊണ്ട് അന്നുണ്ടായ സംഭവങ്ങൾ മുഴുവൻ അവരോട് പറഞ്ഞു. തൻ്റെ മകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് ആ അമ്മയ്ക്ക് ആദ്യമൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ അമ്മയോട് പറയാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം അമ്മയുടെ മകനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ലല്ലോ. ഇല്ലെങ്കിൽ അമ്മയും കരുതിയില്ലേ ഞാൻ അങ്ങനെ ഒരു പെണ്ണാണെന്ന്. എൻ്റെ വീട്ടുകാർ എന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല അമ്മേ. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് പോലും തന്നില്ല. എനിക്ക് എന്താ പറ്റിയതെന്നൊന്ന് കേൾക്കാൻ ആരും എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. അവൾ വിഷമത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഈ ജിതേന്ദ്രൻ ആരാ മോളെ? അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. ജിതേന്ദ്രൻ, എൻ്റെ ജിത്തേട്ടൻ. അവൻ്റെ പേര് പറയുമ്പോൾ അവളിലുണ്ടായിരുന്ന പുഞ്ചിരി അവർ ശ്രദ്ധിച്ചിരുന്നു. യാദൃച്ഛികമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളാണ് ജിത്തേട്ടൻ. അന്ന് ഞാൻ +1ലോ മറ്റോ പഠിക്കുകയാണ്. എന്നും എൻ്റെ സ്കൂളിൻ്റെ മുൻപിൽ ജിത്തേട്ടനെ ഞാൻ കാണും. ശരിക്കും പറഞ്ഞാൽ ജിത്തേട്ടനെ കണ്ടാണ് ഞാൻ സ്കൂളിൻ്റെ ഗേറ്റ് കടന്നു പോകുന്നതും വരുന്നതും ഒക്കെ. ആദ്യമൊക്കെ ഞാൻ കരുതി ആരും അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരികയാണെന്ന്.
എന്നും ചിത്തേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കും. ആദ്യമൊന്നും ഞാനിത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ സ്ഥിരമായപ്പോൾ എനിക്കും ആകെ ഒരു വല്ലായ്മ തോന്നി. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നതെന്ന്. പല ദിവസം കണ്ട് കണ്ട് ഒരു ദിവസം ഞാനും ചിരിച്ചു. അങ്ങനെ ഞാനും ചിത്തേട്ടനും ഒരു പുഞ്ചിരിയിലടുത്തു. ഞങ്ങളുടെ പരിചയം വെറും ഒരു ചിരിയിൽ മാത്രമാണ് ഞങ്ങൾ 3-4 മാസത്തോളം ഒതുക്കിയിരുന്നത്. എന്നിട്ട് അവർ സംശയത്തോട് ചോദിച്ചു. അന്നെൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു, ഒരു ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ സ്കൂൾ അവധിയായിരുന്നു. പിറന്നാളായതുകൊണ്ട് അന്ന് രാവിലെ എന്നോട് അമ്പലത്തിൽ പോകണമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ രാവിലെ കുളിച്ചൊരുങ്ങി ഞാൻ അമ്പലത്തിലേക്ക് പോയി. പക്ഷെ അന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ജിത്തേട്ടനെ അവിടെ വെച്ച് കാണുമെന്ന്. അന്ന് കയ്യിൽ എനിക്കായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു ജിത്തേട്ടൻ. എന്നാൽ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലം ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതി ഞാൻ ജിത്തേട്ടനെ മറികടന്ന് പോകാൻ തുടങ്ങി. പക്ഷേ ഏട്ടൻ എന്നെ പിടിച്ചു നിർത്തി. ഞാൻ ജിത്തേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയതും ആ ഗിഫ്റ്റ് പൊതി എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നു. ഹാപ്പി ബർത്ത്ഡേ ആരു. എൻ്റെ മുഖത്തേക്ക് നോക്കി ജിത്തേട്ടൻ അങ്ങനെ പറഞ്ഞതും ഞാൻ പെട്ടെന്ന് വല്ലാതെയായി. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും മാത്രമാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത്. ബാക്കി എല്ലാവരും ആരോഗ്യം എന്ന് തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ ചുറ്റിനും നോക്കി. അമ്പലത്തിൽ തൊഴാൻ വരുന്നവരും പോകുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. ചിലർ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കാരണം അച്ഛനെ അവിടെ എല്ലാവർക്കും അറിയാം. ഞാനൊരു പയ്യനോടൊപ്പം നിന്ന് സംസാരിച്ചാൽ ആരായാലും അവിടെ ശ്രദ്ധിക്കും. എനിക്കതുകൊണ്ട് തന്നെ പേടി തോന്നി. ഞാൻ ചിത്തേട്ടനോട് അവിടെ നിന്നും പോകാൻ പറഞ്ഞു. എന്നാൽ എന്നോട് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പൊയ്ക്കോളാമെന്ന് ജിത്തേട്ടനും എന്നോട് പറഞ്ഞു. എൻ്റെ പേടി കണ്ടിട്ടാണോ എന്തോ ജിത്തേട്ടൻ എന്നെയും കൂട്ടി അമ്പലത്തിനടുത്തുള്ള ഒരു സർപ്പക്കാവിലേക്ക് നടന്നു. എനിക്ക് ജിത്തേട്ടനെ കൂടെ അങ്ങോട്ട് പോകാൻ ഒരു പേടിയും തോന്നിയില്ല. എന്തോ മനസ്സിലൊരു വിശ്വാസമായിരുന്നു ആ മനുഷ്യനോട്. മറ്റാരേക്കാളുമുള്ള വിശ്വാസം, ഇപ്പോഴും നിലനിൽക്കുന്ന വിശ്വാസം. എന്നിട്ട് ആ പയ്യനുമായി മോൾ ഇഷ്ടത്തിലായോ? അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവിടെ ചെന്ന് നിന്നതും ജിത്തേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആദ്യം ഞാനതിനെ എതിർത്തു. പക്ഷേ ഏട്ടൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും വീട്ടിൽ വന്ന് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായി തന്നെയാണെന്ന്. ഏട്ടൻ എന്നോടുള്ള ഇഷ്ടം മനസ്സിലായതും ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാനാണ്. അന്നെനിക്ക് 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ആ സമയത്ത് ഞാൻ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ട അതൊന്നും എൻ്റെ വീട്ടിൽ അംഗീകരിച്ചു തരില്ല. അതുകൊണ്ട് ഞാൻ തിരികെ ജിത്തേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതുമില്ല. അവൾ ഓർത്തുകൊണ്ട് അവരോട് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത്? അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. അന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതും പറഞ്ഞ് എൻ്റെ പുറകെ ജിത്തേട്ടൻ വന്നില്ല. പക്ഷേ ഇന്നും എന്നെ കാണാൻ വേണ്ടി സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ ഞാൻ അമ്പലത്തിൽ പോകും. അന്ന് അമ്പലത്തിലും എന്നെ കാണാനായിട്ട് വരും. എന്നെ കണ്ടാൽ ചിരിക്കുന്നതല്ലാതെ സംസാരിക്കാനോ ശല്യപ്പെടുത്താനോ ഒന്നിനും വന്നിട്ടില്ല. ജിത്തേട്ടൻ്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നീട് അതും പറഞ്ഞ് എന്നെ ശല്യം ചെയ്തിട്ടില്ല. അങ്ങനെ സ്കൂൾ കാലമൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് കയറി. ആ സമയത്ത് ഒരു ദിവസം യാദൃശികമായി ജിത്തേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അന്ന് ഞാൻ ശരിക്കും പേടിച്ചുപോയി. എനിക്കൊരു ഊഹം പോലും ഇല്ലായിരുന്നു ജിത്തേട്ടൻ വരുമെന്ന്. അന്നാണെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസവും. അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുണ്ട്. ജിത്തേട്ടനെ കണ്ടതും ഞാൻ ഓടി ജിത്തേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴും ജിത്തേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. അവൾ അന്നത്തെ ദിവസത്തെപ്പറ്റി ഓർത്തു. ജിത്തനെ കണ്ട അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ജിത്തേട്ടൻ എന്താ ഇവിടെ? അച്ഛനൊക്കെ ഉണ്ട് അകത്ത്, വേഗം തിരിച്ചു പോ. അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. ഞാൻ ആരുവിനെ കാണാനല്ല ഇങ്ങോട്ട് വന്നത്. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൻ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. പിന്നെ എന്തിനാ ജിത്തേട്ടൻ ഇങ്ങോട്ട് വന്നത്? അച്ഛനും അമ്മയെക്കാരനെ പ്രശ്നമാകും. വേഗം തിരികെ പോകാൻ നോക്ക്, എനിക്ക് പേടിയാകുന്നു. അവൾ ദയനീയമായി അതിലുപരി പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. ഞാൻ ആരുവിൻ്റെ അച്ഛനെ കാണാനാണ് വന്നത്. അത് കേട്ടതും അവൾ സംശയത്തോടെ വീണ്ടും അവനെ നോക്കി. ആരാ മോളെ? പെട്ടെന്ന് അകത്തു നിന്നും അവളുടെ അച്ഛൻ ഇറങ്ങി വന്ന് ചോദിച്ചു. അത് കേട്ട് അവൾ ഞെട്ടി. എന്തു പറഞ്ഞാണ് താൻ അവനെ അച്ഛന് മുൻപിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഭയമായിരുന്നു അവൾക്ക്. അത് ഞാൻ അങ്കിളിനെ കാണാൻ വന്നതാണ്. അയാളെ കണ്ടതും അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അയാൾ സംശയത്തോടെ അവനെ നോക്കി. കയറി വാ. അയാൾ പറഞ്ഞതും അവൻ ചിരിയോടെ അകത്തേക്ക് കയറി. മോൻ എവിടെത്തിയാ? എന്തിനാ എന്നെ കാണാൻ വന്നത്? എന്തെങ്കിലും ആവശ്യത്തിനാണോ? അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒരാവശ്യത്തിന് തന്നെയാണ് വന്നത്. അങ്കിളിന് എന്നെ അറിയാൻ വഴിയില്ല. ഞാനിവിടെയല്ല താമസം. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ അമ്മയും അകത്തുനിന്ന് ഇറങ്ങി വന്നു. ഒരു ചായ എടുക്ക്. അവളുടെ അമ്മയെ കണ്ടതും അച്ഛൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അയ്യോ വേണ്ടമ്മേ, ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല. അവൻ ചിരിയോടെ അവളുടെ അമ്മയെ നോക്കി പറഞ്ഞു. പിന്നെ എന്താ മോന് വേണ്ടുന്നത്? അവർ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാൽ കൊള്ളാം. അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആരോഹി അപ്പോഴും പേടിയോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നായിരുന്നു അവളുടെ ഭയം.
വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം അങ്കിൾ. എൻ്റെ പേര് ജിതേന്ദ്രൻ. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ എനിക്കൊരു പെങ്ങളും ഉണ്ടായിരുന്നു. 1 വർഷം മുമ്പേ അവൾ സൂയിസൈഡ് ചെയ്തു. അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളുമായി. അവൻ വിഷമത്തോടെ അയാളോട് പറഞ്ഞു. അയ്യോ, അതെന്ത് പറ്റി? അയാൾ സംശയത്തോട് ചോദിച്ചു. അത് അവൾക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അതിലെന്തൊക്കെയോ ചെറിയ പ്രശ്നമുണ്ടായി. അത് മനംനൊന്താണ് അവൾ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ വന്ന കാര്യം പറയാം. എനിക്ക് അങ്കിളുടെ മോളെ ഇഷ്ടമാണ്. അവളോട് ഞാൻ ഒരു തവണ അത് പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളാണെങ്കിൽ പേടിയോടെ അവളുടെ അച്ഛനെ നോക്കിയാണ്. അയാൾ സംശയത്തോടെ അവളെ നോക്കി. അങ്കിൾ അവളെ വഴക്കൊന്നും പറയരുത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു മകളെ കിട്ടാൻ അങ്കിൾ ഭാഗ്യം ചെയ്യണം. സാധാരണ ആരെങ്കിലും ഒരാൾ വന്ന് ഇങ്ങനെ ഇഷ്ടം പറയുമ്പോൾ ചില പെൺകുട്ടികൾ അവരാരാണ് എന്താണ് ഒന്നും അറിയാതെ അങ്ങ് സമ്മതിക്കും. വെറും കുറച്ച് നാളത്തെ അല്ലെങ്കിൽ കുറച്ച് മാസത്തെ പരിചയം മാത്രമേ അവർക്കിടയിൽ കാണുകയുള്ളൂ. പക്ഷെ അങ്കിളുടെ മകൾ അങ്ങനെയൊന്നുമല്ല. അതാ എനിക്ക് ഏറ്റവും കൂടുതൽ അവളിൽ ഇഷ്ടമായതും. ഇവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ചതും അവളുടെ വാക്കുകൾ കേട്ടിട്ടാ. ഞാൻ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അവളെന്നോട് തിരികെ ഇതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. പകരം അവൾ എന്നോട് പറഞ്ഞത് വീട്ടിൽ വന്ന് നിങ്ങളോട് ചോദിക്കാനാ. ഇന്നത്തെ കാലത്ത് ഏത് പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെയൊക്കെ പറയുക? അവളുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി അവൾ എത്രത്തോളം അങ്കിളിനെയും ആൻറ്റിയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്കിൾ എങ്ങനെയാണ് അവളെ വളർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ അങ്കിളിൻ്റെ അടുത്തിരിക്കുന്നത്. അവൻ അയാളെ നോക്കി പറഞ്ഞതും തൻ്റെ മകളുടെ തീരുമാനത്തിൽ അയാൾക്ക് അഭിമാനം തോന്നി. ഇവളോട് ചോദിച്ചാൽ അറിയാം, ഇവളെന്നാ വാക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്നുവരെ അവളെ ശല്യം ചെയ്യാൻ പോയിട്ടില്ല. ചില ആൺകുട്ടികളാണെങ്കിൽ ഇഷ്ടമാണെന്ന് പെൺകുട്ടികൾ തിരികെ പറയുന്നത് വരെയും അവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യും. പക്ഷേ എനിക്കതിനോടൊന്നും താല്പര്യമില്ല. കാരണം എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് അത്രയും ബഹുമാനം കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇനി ഞാൻ വന്ന കാര്യം പറയാം അങ്കിൾ. ഞാൻ ആരോഗ്യ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ മാന്യമായിട്ട് തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ്റെ സംസാരത്തിൽ അയാൾ വീണു എന്ന് തന്നെ പറയാം. അവനെല്ലാം സംസാരിച്ചു കഴിഞ്ഞ ശേഷം അയാളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ഒരു പുഞ്ചിരിയുണ്ട്. എനിക്കെന്തോ മോനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. മോൻ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പുറകെ നടന്ന് അവളെ കൊണ്ട് തന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുകയാണ് എല്ലാ ആൺകുട്ടികളും ചെയ്യുന്നത്. അവൾക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു തന്നെയാണ് മോനെ വളർത്തിയത്. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ടെന്ന്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് നല്ലതാകണമെന്ന് മാത്രം. എൻ്റെ മോൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് ഒരു താല്പര്യക്കുറവും ഇല്ല. പക്ഷെ ഞാൻ അവളുടെ അച്ഛനാണല്ലോ. അതുകൊണ്ട് തന്നെ മോനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടി വരും. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയല്ലേ. എന്നിട്ട് ഞാനൊരു മറുപടി പറഞ്ഞാൽ പോരെ? അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ പുഞ്ചിരിച്ചു. എൻ്റെ നാട്ടിൽ വന്ന അങ്കിളിന് ആരോട് വേണമെങ്കിലും എന്നെപ്പറ്റി അന്വേഷിക്കാം. ഒരാൾ പോലും എന്നെപ്പറ്റി തെറ്റായിട്ട് പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഞങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ട് പറയാനൊരു സാധ്യതയുള്ളൂ. അവനും തിരികെ അയാളോട് പറഞ്ഞു. എന്തുകൊണ്ടോ അവൻ്റെ ഓപ്പണായിട്ടുള്ള സംസാരം അയാളെ വല്ലാതെ അവനിലേക്ക് അടുപ്പിച്ചു. അവളും അവനും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതക്കുറവില്ല എന്നും അയാൾ അവനെ അറിയിച്ചു. പിറ്റേന്ന് തന്നെ അയാൾ അവൻ്റെ നാട്ടിൽ ചെന്ന് അവൻ്റെ വീട്ടുകാരെയും അവനെപ്പറ്റിയൊക്കെ അറിയാവുന്നവരോട് ചോദിച്ചു. എല്ലാവരും ജാനകി ചെയ്ത ആ ഒരു തെറ്റ് മാത്രമേ അവൻ്റെ കുടുംബത്തെപ്പറ്റി നെഗറ്റീവായിട്ട് പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഏട്ടനും അച്ഛനും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായി. ജിത്തേട്ട ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരും. ഞാൻ ജിത്തേട്ടൻ്റെ അമ്മയെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇരു വീട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മോളെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. മോൾ എത്രത്തോളം അയാളെ സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്കറിയാം. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് മഹി എന്തിനാണ് അയാളിൽ നിന്നും മോളെ അകറ്റി മാറ്റിയിട്ട് നിന്നെ വിവാഹം കഴിച്ചതെന്ന് അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഈ അമ്മ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മകൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന്. ഒരു പെണ്ണിനെ ജീവിതം വെച്ച് അവൻ കളിക്കില്ലെന്ന്. അവർ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ തൻ്റെ മകനോടുള്ള വിശ്വാസമായിരുന്നു. സാരമില്ലമ്മേ, എനിക്ക് അമ്മയെ മനസ്സിലാകും. ഒരിക്കലും ഒരു അമ്മയ്ക്കും വിശ്വസിക്കാൻ കഴിയില്ല തൻ്റെ മകൻ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തെന്ന്. അമ്മയ്ക്ക് അമ്മയുടെ മകനോടുള്ള വിശ്വാസമായിരിക്കും ഇതൊക്കെ. പക്ഷെ ആ വിശ്വാസത്തിനപ്പുറം ഒരു സത്യമുണ്ട്. അതാണ് ഞാനിപ്പോൾ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നടന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷേ എന്നാലും അവർക്ക് തൻ്റെ മകനെ അവിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വശത്ത് അവൾക്ക് അവൾ സ്നേഹിച്ചവനോടുള്ള വിശ്വാസമായിരുന്നുവെങ്കിൽ മറുവശത്ത് ഒരമ്മയ്ക്ക് തൻ്റെ മകനോടുള്ള വിശ്വാസമായിരുന്നു. സാരമില്ല, മോള് കിടന്നോ. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. സത്യം എന്ത് കള്ളം എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് മനസ്സിലാകും എൻ്റെ മകനായിരുന്നോ മോൾ സ്നേഹിച്ചവനായിരുന്നോ സത്യമെന്ന്. ആ അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. കിടന്നോ. അവർ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്നതും അവളും മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. രണ്ടുപേരുടെയും ഉള്ളിൽ വലിയൊരു തീക്കനലായിരുന്നു.
ആ അമ്മ തൻ്റെ മകനായിരിക്കണേ സത്യമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറുവശത്ത് അവൾ പ്രാണനെ പോലെ സ്നേഹിച്ചവനായിരിക്കണമേ സത്യമെന്ന് അവളും പ്രാർത്ഥിച്ചു.